സ്റ്റഡി ടോക്സ് ഒരു ക്വിക്ക് അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഡിസ്കഷൻ പോകുന്നത് കാറ്റഗറി നമ്പർ 378/2025 ഒരു ബൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷനാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. KCBയിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇതിന് നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ നിലവിൽ 21 വേക്കൻസീസ് ഉണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 59,100 മുതൽ 1,17,400 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം നമുക്ക് നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BE ഓർ BTech ആണ്. പക്ഷേ ഇതൊരു ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 10% ഇൻ സർവീസ് കോട്ടയായിരിക്കും പോകുന്നത്. അതായത് ഇപ്പം KCBയിൽ സബ് എഞ്ചിനീയറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് BE ഓർ BTech ഉണ്ട്. അവർ പ്രൊമോഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് എക്സാമിൻ്റെ ഒന്ന് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 034/2023 ഈ എക്സാം നേരത്തെ വിളിച്ചിരുന്നത്. ആ സമയത്ത് വിളിച്ച സമയത്ത് 16 വേക്കൻസീസ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ആ നിലവിലുള്ള അതിൻ്റെ എക്സാം നടത്തുകയുണ്ടായി. ആ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ആ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ടോപ്പറിന് കിട്ടിയ മാർക്ക് 80 മാർക്കായിരുന്നു. ആ ലിസ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മൊത്തം 80 പേര് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം 80 പേർക്കും 80 പേരും ജോലിയിൽ KCB AE ആയിട്ട് ഇപ്പം പ്രവേശിച്ചിട്ടുണ്ട്. അപ്പം തുടക്കത്തിൽ 16 വേക്കൻസീസ് പറഞ്ഞു, പക്ഷെ അവർ 80 പേരെയാണ് എടുത്തത്. അതിൽ കൂടുതൽ റിക്വയർമെൻറ്റ് വന്നു. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിലെ മുഴുവൻ പേരെയും അവരെടുക്കുകയുണ്ടായി. അങ്ങനെ ലിസ്റ്റ് ക്യാൻസൽ ആവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പുതിയൊരു നോട്ടിഫിക്കേഷനിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇൻ സർവീസ് കോട്ടയിൽ ബൈ ട്രാൻസ്ഫർ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഇത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ. നമുക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത മാസം 19-ാം തീയതി വരെയാണ് സമയമുള്ളത്. അതിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ. താങ്ക് യു.